ഹലോ, അപ്പം ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. ഞങ്ങൾ നിലമ്പൂർ പോവായിരുന്നു കേട്ടോ. നല്ല അടിപൊളി യാത്രയായിരുന്നു. ഞങ്ങൾ രാവിലെ ഒരു 6:44 ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ആ ഒരു യാത്ര. ഞങ്ങൾ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ടുള്ള യാത്രയായിരുന്നു. ഞങ്ങൾ പോയ ട്രെയിനിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നതും. പിന്നെ ഞങ്ങൾ അവിടെ ഒരു 8:50 എത്തി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉടുപ്പിന്ന് എഴുതിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ. നല്ല അടിപൊളി റോസ്റ്റും മസാല ദോശയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മസാല ദോശൻ്റെ ഒരു ഭാഗം എടുത്ത് കഴിച്ചിട്ട് കട്ട് തിന്ന ഒരു ചിരിയാണിത്. നല്ല രസമായിരുന്നു. എൻ്റെ മക്കൾ മുഴുവനായിട്ടുണ്ടായിരുന്നില്ല, മോള് മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിവിടെ കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു വീഡിയോ ആണത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആയി. ഞങ്ങളെപ്പോലെ തന്നെ അവിടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്രീനറി തന്നെയായിരുന്നു. ആ കാണുന്നതാണ് കേട്ടോ മ്യൂസിയം. പിന്നെ ഞങ്ങൾ ഈ പോകുന്നത് എന്തിനാ പറഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് മ്യൂസിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗത്താണ് ഞങ്ങളുടെ ചെരുപ്പെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. ഫുള്ള് തേക്കിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു പായൽ കപ്പലാണ് കേട്ടോ, അതിൻ്റെ മാതൃകയാണിത്. പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള മറ്റ് അറിയിപ്പുകളും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഫുള്ള് തേക്ക് കൊണ്ടുണ്ടായിരുന്ന ഉപകരണങ്ങളും കാര്യങ്ങളും, പുരാതന കാലത്തുണ്ടായിരുന്ന ഉപകരണങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തേക്ക് കുടുംബം പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ തേക്കിനെ കുറിച്ചുണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള മണ്ണുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സ്വാഭാവിക മണ്ണ്, തോട്ടത്തിലെ മണ്ണ്, തേക്കും തോട്ടത്തിൽ മണ്ണിലുണ്ടാകുന്ന മാറ്റം, അങ്ങനെ പലതിനെ കുറിച്ചിട്ടുള്ള അറിവുകളും കാര്യങ്ങളും അവിടുന്ന് നമുക്ക് പുതിയതായി ലഭിക്കുന്നതാണ്. ഈ ഒരു തേക്കും തടി ഉണ്ടല്ലോ, അതായത്